ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പ് സീരിയലിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രൊമോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ബേസ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിൽ നമ്മുടെ സ്റ്റാൻലി ചില നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. കാരണം ഇത്രയും ദൂരം വന്ന് തന്നെ കണ്ട് തൻ്റെ സ്വന്തം മകളെ തന്നെ ഏൽപ്പിക്കണമെങ്കിൽ ആ അച്ഛൻ ആ മകളെ എത്രയേറെ സ്നേഹിക്കുന്നുണ്ടാവും. അതായത് ബാലചന്ദ്രൻ അലീനെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, എങ്കിലും അവളെ ഉത്തരവാദിത്വപ്പെട്ട കൈകളിൽ ഏൽപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇത്രയും ദൂരം വന്ന് തന്നെ കണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ സ്റ്റാൻലിക്ക് വരെയാണ് കേട്ടോ. അപ്പൊ സ്റ്റാൻലിക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതം, അതായത് രണ്ട് കുടുംബങ്ങളുടെ ജീവിതം മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു തീരുമാനം, ഈ ഒരു നിർണായക തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനൻ വണ്ടി ഓടിച്ച് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുകയാണ്. ബാലചന്ദ്രൻ കുറച്ചൊന്ന് മയങ്ങിപ്പോയി കേട്ടോ. ഈ മയങ്ങിപ്പോയി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗോവർദ്ധനം ബാലേട്ട നമ്മൾ വീടെത്തിയെന്ന് പറയണം. അപ്പൊ കാറിന്റെ ഹോൺ കേട്ടത് നമ്മുടെ അലീന ഓടി വരികയാണ്, അച്ഛൻ വന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു, നമ്മുടെ കൃഷ്ണമോളും ബബിതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അലീന ഓടി ചെന്ന് ബാഗൊക്കെ മേടിക്കുന്നുണ്ട്. മേടിച്ച് അച്ഛൻ യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗോവർദ്ധനങ്ങളെ എന്തായി പോയ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം ഗോവർദ്ധന് വല്ലാത്തൊരു ഷോക്കാണ്. കാരണം അലീനയെ കണ്ടപ്പോൾ വൈജയന്തി ഏട്ടത്തിയുടെ മകളായിരുന്നു അലീന. എന്നിട്ടാണ്, അതും സ്വയം അറിയാമായിരുന്നിട്ടും തൻ്റെ അമ്മയുടെ വായിൽ നിന്ന് ഇനി കേൾക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അത്രയേറെ ഒരു അനാഥയെ പോലെ 10-22 വർഷത്തോളം ഒരു ഓർഫനേജ് ജീവിച്ച് തൻ്റെ അമ്മയെ കാണാനായിട്ട് വന്ന അലീനയ്ക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ സ്വയം അവളെ ഉള്ളിൽ ഉരുകി ഉരുകി നിൽക്കുന്ന ആ അവസ്ഥ കണ്ടിട്ട് ഗോവർദ്ധനെ വല്ലാണ്ട് അങ്ങ് ആവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയേറെ ആ മനസ്സ് അവളുടെ അത്രയും നല്ലൊരു നന്മയുള്ള മനസ്സായതുകൊണ്ടല്ലേ ഇത്രയും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അവൾ ഈ വീട്ടിൽ നിന്നത്. ഗോവർദ്ധൻ അവളുടെ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അപ്പൊ അലീന നോക്കുന്നുണ്ട്, ഗോവർദ്ധൻ നിങ്ങൾ എന്താ വല്ലാണ്ട് എന്നെ നോക്കണത്? അപ്പൊ അലീന ചോദിച്ചു, ഇതെന്ത് പറ്റി? എന്നെ ആദ്യമായിട്ട് കാണുന്നതിനെക്കാണല്ലോ നോക്കണേ, എന്താ പറ്റിയ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവർദ്ധന്റെ കണ്ണുകളൊക്കെ നിറയുകയാണ്. കാരണം അത്രയ്ക്ക് ഗോവർദ്ധന്റെ മനസ്സിന് വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ്. കാരണം ബാലേട്ടൻ ഇത്രയും മനസ്സിൽ ഇത്രയും നീറി ഇത്രയും സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി ആ മനുഷ്യൻ ഇത്രയും ആയി. അതുപോലെ തന്നെയാണ് അലീനയും. ഇത്രയും ആട്ടും തുപ്പും ഒക്കെ കേട്ടിട്ടും ഈ വീട്ടില് തന്റെ കൂടപ്പിറപ്പുള്ള കൂടെ കഴിയുന്ന ആ ഒരു അവസ്ഥ, സ്വന്തം അമ്മ ആട്ടി ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സ്വന്തം അമ്മ അറിയില്ല തന്റെ മകളാണ് എന്നുള്ള സത്യം. അങ്ങനെ അവര് അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ ഗോവർദ്ധനം പറഞ്ഞു, ഞാൻ എന്തായാലും വീട്ടിൽ പോവാ. അപ്പൊ അവള് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അലീന പറഞ്ഞു, ഒരു ചായ കുടിച്ചിട്ട് പോവാങ്കിലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഗോവർദ്ധന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ബാലചന്ദ്രൻ നേരെ റൂമിലോട്ടൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഗോവർദ്ധന്റെ മനസ്സ് മൊത്തം ബാലേന്ദ്രനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളാണ്. കാരണം ഇത്രയും വലിയൊരു സത്യം ആ ഉള്ളിൽ ഒതുക്കി വെച്ച് ആ മനുഷ്യനെ സമ്മതിക്കണം അല്ലെ. സ്വന്തം ഭാര്യ 22 വർഷത്തോളം കൂടെ കഴിഞ്ഞിട്ട് അവൾക്ക് വിവാഹത്തിന് മുന്നേ വേറൊരു അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോൾ തകർന്നു പോണ ആ മനുഷ്യന്റെ ആ അവസ്ഥ, അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഗോവർദ്ധൻ അത് ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ മനസ്സ് കൈവിട്ട് പോവാ. അങ്ങനെ ഗോവർദ്ധനൻ ചായയൊക്കെ കുടിച്ചിട്ട് അലീനയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണമോളുടെ അടുത്തും ഒക്കെ എല്ലാവരുടെ അടുത്തും മിണ്ടി. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ബാലേട്ടൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്റെ ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്, ബാലേട്ടൻ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, പിന്നെ ബാലേട്ടൻ ഇതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും ഇത്രയും പ്രതിസന്ധികൾ കടന്നെത്തിയ ആളാണ് ബാലേട്ടൻ. ബാലേട്ടന് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. അലീനയെ നമ്മൾ സുരക്ഷിതമായ കൈകളിൽ തന്നെ ഏൽപ്പിക്കും. അതനുസരിച്ച് ബാലേട്ടന്റെ എന്ത് തീരുമാനങ്ങൾക്കും ഒപ്പം ഞാൻ ഉണ്ടാവും. ഞാൻ വീട്ടിൽ പോയാൽ പോലും അവളുടെ അടുത്ത് പോലും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. അപ്പൊ ബാലേന്ദ്രൻ പറഞ്ഞു, ഗോവർദ്ധന, നീ എൻ്റെ വെറും ഒരു പേഴ്സണൽ സ്റ്റാഫ് അല്ല, നീ എൻ്റെ ഒരു വിശ്വസ്തനായ ഒരു ഫ്രണ്ട് കൂടെയാണ് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. ഗോവർദ്ധനും വല്ലാത്തൊരു പ്രയാസമാണ് കേട്ടോ. ബാലേന്ദ്രന്റെ മുഖത്ത് ഇങ്ങനെ കണ്ണുകളിൽ നോക്കാൻ പോലും ആ ഗോവർദ്ധന് സാധിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും
എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ കാണണം. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഭാര്യയ്ക്ക് ഉണ്ടായ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ സ്വന്തം മകളുടെ മൂത്ത മകളുടെ സ്ഥാനം കൊടുത്ത് ഒരു അച്ഛന്റെ ലാളനവും എല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോണ ആ ഒരു മനുഷ്യനെ നമ്മൾ കാല് തൊട്ട് വന്ദിച്ചാലും അത് ഒന്നുമല്ല. അല്ലെ? അത്രയ്ക്ക് ഒരു പുണ്യം നിറഞ്ഞൊരു മനുഷ്യനാണ് നമ്മുടെ ബാലചന്ദ്രൻ എന്ന് ഗോവർദ്ധന മനസ്സുകൊണ്ട് കരുതുകയാണ് കേട്ടോ. അങ്ങനെ വരുന്നത് എന്താണെങ്കിലും ഞാൻ നേരിടാൻ തയ്യാറായി തന്നെ ഗോവർദ്ധന നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഗോവർദ്ധന്റെ അടുത്ത് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞ് ഗോവർദ്ധന പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അലീന ബാലേന്ദ്രന് കുടിക്കാനായിട്ട് നല്ലൊരു അടിപൊളി സ്ട്രോങ് ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയം നമ്മളെ കൃഷ്ണമോള് കുളിച്ച് നേരെ ബാലേന്ദ്രന്റെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അച്ഛാ, പോയ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബാലേന്ദ്രൻ പ്രത്യേകിച്ചായിട്ടൊന്നും കൃഷ്ണമോളുടെ അടുത്ത് പറയുന്നില്ല. രോഹിത്തും ബബിതയും താഴെയുണ്ട്. അപ്പൊ കൃഷ്ണമോള് വീണ്ടും ചോദിക്കുകയാണ്, അച്ഛാ എന്തായി എവിടെ പോയത്, എന്തിനായിരുന്നു പോയെന്നൊക്കെ ഉള്ള ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് തന്നെ പറഞ്ഞ അലീന ചേച്ചിയുടെ ആവശ്യമായിട്ടാണോ അച്ഛാ പോയെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ കൃഷ്ണമോളുടെ മുഖത്ത് നോക്കുകയാണ്. കാര്യം സത്യങ്ങളൊക്കെ അറിയാവുന്ന തന്റെ മകളാണ് അവളടുത്ത് ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അലീനെ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്. അപ്പൊ അവിടേക്ക് പോയി അവിടെ അവൾക്ക് നിൽക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയത് എന്നൊക്കെ പറയാണ്. അപ്പൊ കൃഷ്ണമോള് ചോദിച്ചു, അച്ഛ അലീന ചേച്ചീനെ പറഞ്ഞു വിടണോ അച്ഛ? എന്തിനാ അച്ഛ അലീന ചേച്ചീനെ പറഞ്ഞു വിടണം? അലീന ചേച്ചി ഇവിടെ നിന്നോളൂ. പക്ഷെ നിന്റെ അമ്മയ്ക്ക് അത് പറ്റില്ലല്ലോടി മോളെ എന്നൊക്കെ ബാലചന്ദ്രൻ പറയണ കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന്റെ ഓരോ വാക്കുകളും കൃഷ്ണമോക്ക് വല്ലാത്ത പ്രയാസമാണ്. എവിടെ അലീന ചേച്ചി പോകുന്നേ? കുളത്തൂർ പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അലീന പോണേന്ന് പറഞ്ഞു. അത് ഒരുപാട് ദൂരെയല്ലേ അച്ഛാ? എന്തിനാ അച്ഛാ ആ അലീന ചേച്ചിനെ അത്രയും ദൂരെ കൊണ്ടാക്കണേ? അവൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം അതാ മോളെ, അതുകൊണ്ടാണെന്ന് പറയണേ. കൃഷ്ണമോക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമാണ്. കാരണം ഇത്രയും നാളും അലീന ചേച്ചി ഒരു അമ്മയുടെയും ഒരു ചേച്ചിയുടെയും എല്ലാ സ്നേഹവും തന്ന് തങ്ങളെ നോക്കിയത് അലീന ചേച്ചിയാണ്. അലീന ചേച്ചി പോകുന്ന കാര്യം കൃഷ്ണമോക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. കാരണം കൃഷ്ണമോളുടെ മുഖമൊക്കെ മാറുകയാണ്. അങ്ങനെ കൃഷ്ണമോള് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ബബിതയും രോഹിത്തും ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ അവര് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ, എന്തിനാ പോയെന്ന് പോലും. അപ്പൊ കൃഷ്ണമോൾ അവരെടുത്ത് രണ്ടുപേരെടുത്തും കൂടെ പറഞ്ഞു, അതെ അച്ഛൻ അലീന ചേച്ചിയെ കൊണ്ടാക്കണ സ്ഥലം നോക്കി പോയതാ. കൊളത്തൂർ പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അലീന ചേച്ചീനെ കൊണ്ടാക്കുന്നതെന്ന് പറയണ കേട്ടോ. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അതെന്തിനാ അലീന ചേച്ചീനെ കൊണ്ടുപോണേ? അത്രയും ദൂരേക്ക് എന്തിനാ ആക്കണേ? അപ്പൊ രോഹിത്തിന്റെ മുഖമൊക്കെ വാടയാണ്. കാരണം എന്ന് വെച്ചാൽ അലീന പോവാ, ഈ വീട്ടിൽ നിന്ന് അലീന ഇറങ്ങുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് ഒട്ടും തന്നെ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോഴേക്കും അലീന അവിടെ വരെയാണ്. വന്നപ്പോഴത്തേക്ക് ഇതെന്തു പറ്റി, നിങ്ങൾക്ക് ഫുഡൊക്കെ എടുക്കട്ടെ? മൂന്ന് പേരുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അലീന അവർക്ക് കഴിക്കാൻ ഫുഡൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ അലീന അവരെ മുഖം കണ്ടപ്പോ ചോദിച്ചു, അല്ല ഇതെന്തു പറ്റി പെട്ടെന്ന് നിങ്ങളുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നുണ്ടല്ലോ, എന്താടി മോളെ എന്ന് ചോദിക്കുമ്പോ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ അലീന ചേച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ പോയത് എന്ന് പറഞ്ഞു. അപ്പം അലീനയുടെ മുഖവും പെട്ടെന്ന് അങ്ങ് മാറണം കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ചേച്ചി കൊളത്തൂർ പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ചേച്ചി ജോലിക്ക് എന്തോ പോണേന്നും ചേച്ചി അവിടെ ആക്കണേന്നൊക്കെ പറഞ്ഞു. എന്തിനാ അലീന ചേച്ചി നമ്മളെ ഇട്ടിട്ട് പോണേ? അപ്പൊ രോഹിത്തും ചോദിക്കുന്നു, ഇവിടെ നിന്ന് പോണ്ട അലീന ചേച്ചി, എന്തിനാ പോണേ? ബബിത പറഞ്ഞു, എന്തിനാ അല്ലെങ്കിലും പോണേ, അലീന ചേച്ചിക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റുമോ? അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, അതെ ഞാൻ നിങ്ങളുടെ അടുത്തുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഞാൻ പോണത്, നിങ്ങളെ കൂടെയുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോണേന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അച്ഛൻ അമ്മ എന്ന ആ ഒരു കുടുംബം അത് അങ്ങനെ തന്നെ നിലനിന്ന് പോണം. എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ, നിങ്ങൾക്കും അങ്ങോട്ട് വരാം. പക്ഷെ മേഡം ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ വരരുത്. അത് നിങ്ങളുടെ ജീവിതത്തെ അത് ഒരു കംപ്ലീറ്റ് അല്ല. അച്ഛനും അമ്മയും നിങ്ങളും ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ തീരുമാനം എടുത്തത്. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ടോ. ഇത് പറയണതും അലീനയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാല് അവര് സ്വന്തം കൂടപ്പിറപ്പുകളാണ്. രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ. അവരെ ഇട്ടേച്ച് പോവാന്ന് പറയുന്നത് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോഴേക്കും നമ്മുടെ ബബിതയുടെ കണ്ണൊക്കെ നിറയണം. ബബിത പറയണു, അമ്മ കാരണം ഇപ്പം അലീന ചേച്ചിക്ക് ഇവിടുന്ന് പോകേണ്ടി വരണം. അമ്മ വേണമെങ്കിൽ വീടെടുത്ത് വാടകയ്ക്ക് പൊക്കോട്ടെ, അലീന ചേച്ചീനെ നമുക്ക് വിടണ്ട എന്ന് തന്നെ പറയണ്.
അപ്പോഴേക്കും കൃഷ്ണമോള് പറയണ അലീന ചേച്ചി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഭവിത ചേച്ചി, ഇനി നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്നൊക്കെ പറയണ. ഒന്നുമില്ല, അച്ഛൻ പറഞ്ഞ അലീന ചേച്ചി എന്തായാലും കേൾക്കും. പക്ഷെ അച്ഛൻ പോയി ഇപ്പൊ അലീന ചേച്ചിക്ക് നിൽക്കേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടല്ലേ വന്നിക്കണേ. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യണം? അലീന ചേച്ചി പോവാണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പൊ രോഹിത് പറയണ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? കൃഷ്ണമോളും നമ്മുടെ ബബിതയും രോഹിത്തും കൂടെ ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അലീന അകത്ത് പോയിട്ട്, അതായത് അടുക്കളയിൽ പോയിട്ട് കണ്ണുകളോട് പൊട്ടിക്കരയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോവുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ മേലിൽ നിന്ന് അലീനയെ വിളിക്കുകയാണ്. അലീനെ മോളെ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അലീനെ വിളിക്കണ. അങ്ങനെ അലീന ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ചായയൊക്കെ കുടിക്കുന്നു. എന്നിട്ട് അലീന ചോദിക്കുന്നു, അച്ഛൻ എങ്ങോട്ടാ പോയത്, പോയ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നുള്ള ഒരു തീരുമാനം എന്തായാലും എടുത്തല്ലോ. നിന്നെ ഇവിടെ നിന്ന് വെറും കൈയോടെ, അല്ലെങ്കിൽ നിന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തൊരിടത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിന്നെ എനിക്ക് ആക്കാൻ പറ്റില്ലല്ലോ. നീ എൻ്റെ മോളല്ലേ, നിന്നെ ഉത്തരവാദിത്തപ്പെട്ട കൈകളിൽ തന്നെ എനിക്ക് ഏൽപ്പിക്കണം. അതുകൊണ്ട് അതിലേക്കുള്ള ഒരു യാത്രയായിരുന്നു മോളെ. അങ്ങനെ പോയി കണ്ടു, അങ്ങനെ ഒരു സ്ഥലം കണ്ടു. അപ്പൊ അവിടെ ചെന്നു. അവർ ഇനി കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എവിടെ അച്ഛാന്ന് ചോദിച്ചു. അപ്പം കുളത്തൂർ പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അലീനയുടെ മുഖം പെട്ടെന്ന് വല്ലാണ്ട് വാടയാണ് കേട്ടോ. അപ്പൊ അലീന ചോദിച്ചു, അതെന്താ വെച്ചാൽ അത് ഒരുപാട് ദൂരെയുള്ള സ്ഥലമല്ലേ? ദൂരെയാണെങ്കിലും മോളെ നീ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ നമുക്ക് വേണ്ടത്. നീ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റിയ ഉത്തരവാദിത്തപ്പെട്ട കൈകളിൽ തന്നെയാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കണേന്ന് പറയും. അല്ലച്ചാ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും അടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് ജോലി നോക്കിയിട്ട് നിന്നാ പോരെ? കാരണം അലീനയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അത്രയും ദൂരമൊക്കെ പോയി നിക്കാന്ന് പറയുമ്പോ പിന്നെ ഇവരെയൊക്കെ കാണാനും ഒക്കെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ ഞാൻ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് തന്നെയാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പൊ അലീന പറയും, എനിക്കറിയാം, എനിക്ക് അച്ഛനെ വിശ്വാസമാണ്. അച്ഛൻ എനിക്ക് സേഫ് ആയിട്ടുള്ളത് മാത്രമേ ആലോചിച്ച് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിയാം അച്ഛാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് നോക്കുന്ന കേട്ടോ. കണ്ണുകളോടെ നിൽക്കുന്ന അലീനയാണ്. കാരണം എവിടെ ചെന്നാലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് അവക്കുണ്ട് എന്നുള്ളൊരു ബോധം ബാലചന്ദ്രനുണ്ട്. അപ്പം ബാലചന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ അഥവാ അവള് സേഫ് ആയിട്ടുള്ള സ്ഥലത്തും ഇനി ഒരിക്കലും ഒരു അനാഥയെ പോലെ, ഇത്രയും വർഷം അവള് ജീവിച്ചു, ഇനി ഒരിക്കലും ഒരു അനാഥയെ പോലെ അവള് ജീവിക്കേണ്ടി വരരുത്. അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അത് നിൽക്കാൻ അവർക്കും കംഫർട്ട് ആണെങ്കിൽ മാത്രമേ അലീനനെ പറഞ്ഞയക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ബാലചന്ദ്രന് അറിയാം. അപ്പൊ അലീനയ്ക്ക് എന്തായാലും ദൂരം ഒരു വലിയൊരു വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു കേട്ടോ. ഇതേ സമയം അലീന റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുകയാണ്. അപ്പൊ രേവതിക്കുട്ടി വിളിച്ചപ്പോൾ അലീന പെട്ടെന്ന് മൈൻഡൊക്കെ ഓക്കെ ആക്കിയിട്ട് ഫോൺ എടുത്തിട്ട് പറയാം, മോളെ പറ, നീ എന്തെടുക്കാ? അലീന ചേച്ചി എന്തെടുക്കാന്ന് രേവതിക്കുട്ടി തിരിച്ചു ചോദിക്കണം. അപ്പൊ പറയും, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്കിള് വന്നു എന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ വന്നു എന്ന് പറയാം. അച്ഛൻ പോയ കാര്യമൊക്കെ എന്തായി? അച്ഛൻ പോയി എനിക്ക് നിൽക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. കുളത്തൂർ പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്നെ കൊണ്ട് അച്ഛൻ ആക്കാൻ പോകുന്നതെന്ന് പറയാം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് വല്ലാത്തൊരു പ്രയാസമായി പോവുകയാണ്. അല്ല ചേച്ചി, അത്രയും ദൂരമൊക്കെ പോയി നിൽക്കണോ? ചേച്ചി ഇങ്ങ് വാ ചേച്ചി, ഇവിടെ നിന്നാൽ മതി. ഞാൻ വേണമെങ്കിൽ ആന്റിയുടെ അടുത്തും അങ്കിളിന്റെ അടുത്തും പറഞ്ഞാൽ പോരെ. ചേച്ചി അത്രയും ദൂരമൊന്നും പോകണ്ട. ഇനി ഒന്ന് കാണണമെങ്കിൽ കൂടി എന്ത് ചെയ്യും അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങ് പ്രയാസപ്പെടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, മോളെ നീ അവിടെ നിൽക്കുന്നതിന് അവർക്ക് അവര് നിന്റെ സ്വന്തം മോളെ പോലെ കരുതിയാണ്. ഇനി ഞാനും കൂടെ ചെന്ന് ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു കുറവ് വരരുത്. മനസ്സിലായില്ലേ? നിനക്ക് തരുന്ന സ്വാതന്ത്ര്യവും ഫ്രീഡവും ഇനി എന്നെയും കൂടെ അവര് എടുക്കുമ്പോ അത് അവർക്കൊരു ബുദ്ധിമുട്ട്, ഒരു ബാധ്യത ആകരുത്. ഇപ്പൊ ആവത്തില്ല, പക്ഷെ ഭാവിയിൽ ആകും. അതുകൊണ്ട് എനിക്ക് സേഫ് ആയിട്ട് അച്ഛൻ കണ്ടുപിടിക്കുന്ന സ്ഥലം, എനിക്ക് അച്ഛനെ വിശ്വാസമാണ്. അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം ആണെങ്കിൽ മാത്രമേ അച്ഛൻ നിർത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ. അപ്പം ഏകദേശം നാളെ വരുന്ന സീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ വന്നതിന്റെ ഈ വിശേഷങ്ങളും അലീന പോകുന്ന സ്ഥലത്തിന്റെ പേരൊക്കെയാണ്. അപ്പൊ നമ്മുടെ രോഹിത്തിനും അതുപോലെ ബബിതയ്ക്കും കൃഷ്ണമോക്കും ഒക്കെ ഭയങ്കര വിഷമമാണ്. കാരണം പെട്ടെന്ന് ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ സ്നേഹം എല്ലാം തന്ന് തങ്ങളെ നല്ലൊരു ജീവിതത്തിലോട്ട് പ്രാപ്തരാക്കി തന്നിട്ട് അലീന ചേച്ചി ഈ പടികൾ ഇറങ്ങി പോകുമ്പോൾ അവർക്കത്
സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇതേ സമയം ഇനി അലീന നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിൽ പോകുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, മനുവേട്ടനോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറയണമല്ലോ. അതോടൊപ്പം തന്നെ സ്വന്തം അമ്മയായ വൈജയന്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്നാൽ ഞാനിങ്ങനെ പോവാണ് എന്ന കാര്യങ്ങളൊക്കെ അലീന വൈജയന്തിയോട് പറയാനുള്ള ആ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഈ വൈജയന്തിയുടെ അടുത്ത് പറയാനായിട്ട് അലീന ചെല്ലുന്ന സമയത്ത് വൈജയന്തി വീണ്ടും അലീനെ ആട്ടുന്നൊരു സീനാണ്. അതായത്, നീ എന്തിനാടി എന്നോട് യാത്ര പറയണത്, അതിൻ്റെ ആവശ്യം എന്നായിരിക്കുന്നു, നീ പറഞ്ഞിരിക്കണേ, അല്ലാണ്ട് നീ ഇന്ന് വരെ ആ വീട് വിട്ട് ഇറങ്ങിയോ, മേഡം ഞാൻ നാളെ പോകും എന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാം. പക്ഷെ പിന്നെയും എവിടെയോ പിഴച്ചു പറ്റ നിന്നെ എവിടെയോ കിടന്ന നീ എന്തിനാടി എൻ്റെ അടുത്ത് വന്ന് പോണതിൻ്റെ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു സങ്കടം പറച്ചിലും ഒരു യാത്ര പറച്ചിലും ഒക്കെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് വൈജയന്തി പറയണേ. അപ്പോഴേക്കും എവിടെയോ പിഴച്ചു പറ്റിയെന്ന് പറഞ്ഞ് വൈജയന്തി വീണ്ടും അലീനെ കളിയാക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ മേഡത്തിന് അമ്മയെപ്പോലെയാണ്, ഒരു അമ്മയുടെ സ്ഥാനമാണ് ഞാൻ നൽകിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ആടി ഉലയ്ക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇനി വരുന്ന ആഴ്ചകളിലാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സ്കിപ്പ് അടിക്കാണ്ട് നോക്കണം കേട്ടോ, സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ കറക്റ്റ് 6 മണിക്ക് നമ്മുടെ സാന്ത്വനം 2 സുമി മുഫ സീൻ ഷൂട്ടിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കണം കേട്ടോ. കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് മറക്കരുത്. ഒപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളത്തെ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്